ദി ബൈക്ക് റൈഡേഴ്സ് ഒരു ക്രൈം ഡ്രാമ സിനിമയാണ്. തിയേറ്ററിൽ റിലീസൊക്കെ ആയിരുന്നു ഈ ഒരു സിനിമ. നമുക്കിവിടെ ഒന്നും റിലീസായിട്ടില്ലായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ എന്നൊന്നും ഞാൻ ഇതിനെ പറയില്ല. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി മോഡിലൊക്കെ പോകുന്നൊരു സിനിമയാണ്. പക്ഷേ ഡോക്യുമെൻ്ററി ഒന്നുമല്ല, ഒരു ഫിക്ഷണൽ സിനിമ തന്നെയാണ്. വാൻഡൽസ് എന്ന് പറയുന്ന ഒരു ബൈക്കർ ഗ്യാങ് അല്ലെങ്കിൽ റൈഡർ ഗ്യാങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ദി ബൈക്ക് റൈഡേഴ്സ് ഒരു ക്രൈം ഡ്രാമ സിനിമയാണ്. ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു 2.25 മണിക്കൂറുള്ള സിനിമയാണ്. കാരണം ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു ഡോക്യുമെൻ്ററി മോഡിൽ പോകുന്നൊരു സിനിമ. ആ ഡോക്യുമെൻ്ററി അല്ല, ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. എന്നാൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി കാണിക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൻഡൽസ് എന്ന് പറയുന്ന ഒരു ബൈക്കർ ഗ്യാങ്ങിൻ്റെ സ്റ്റോറി, അവരുടെ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്നിരുന്ന കുറച്ച് സ്റ്റോറി ഡാനി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ റൈറ്റർ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിനകത്ത് ടീം മെമ്പേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് വാൻഡൽസിൻ്റെ സ്റ്റോറിയെ കാത്തി എന്ന് പറയുന്ന ബെന്നി എന്ന് പറയുന്ന അതിനകത്ത് ഒരു റൈഡർ ഗ്യാങ്ങിലെ ആ ഒരു റൈഡറിൻ്റെ വൈഫായിട്ടുള്ള കാത്തിയുടെ പെർസ്പെക്റ്റീവിൽ ആ ഒരു വാൻഡൽസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അപ്പം ഡാനി കാത്തിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം അന്നത്തെ ഒരു 1965 തൊട്ട് ഒരു 72 വരെയൊക്കെയുള്ള സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം അപ്പോഴത്തെ ഒരു സ്ലാങ്, ആ ഒരു ബൈക്കർ ഗ്യാങ്സിൻ്റെയൊക്കെ ഒരു സ്ലാങ് ഒക്കെ ഉണ്ട്. അവർ ഭയങ്കര ഡിഫറൻറ്റ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു സ്ലാങ് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ടാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. അപ്പം കാത്തിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ ഇങ്ങനെ പോകുന്നു. അപ്പം ഈ ഒരു വാൻഡൽസ് എന്ന് പറയുന്ന ഗ്യാങ് ജോണി എന്ന് പറയുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ ഇവരുടെ ഗ്യാങ് ലീഡറാണ് തുടങ്ങുന്നത്. പുള്ളി ഇങ്ങനെ ഭയങ്കര റൈഡ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളപ്പം ഫ്രണ്ട്സിനെ എല്ലാം കൂടെ ചേർത്തൊരു ഗ്യാങ് തുടങ്ങുന്നു. ആക്ച്വലി ആ ഒരു ടൈമിൽ, അതായത് 90s ഈ ബൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊട്ടോറിയസ് ക്രിമിനൽസ് ആണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ് എന്നൊക്കെ മൊത്തത്തിലൊരു സംഭവമാണ്. അപ്പം ഇവരുടെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ഇവരങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവരുടെ ഒരു ഗ്യാങ്. പക്ഷേ ഇവർക്ക് ഒരു സമയമാകുമ്പോൾ ഈ ഒരു ഗ്യാങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവുന്നു. കാരണം ഇവരുടെ ഗ്യാങ് ഭയങ്കരമായിട്ട്, ആ ഒരു ക്ലബ്ബ് ഭയങ്കരമായിട്ട് വലുതാവുന്നു. അങ്ങനെ ക്ലബ്ബിൽ ഇവർക്കൊരു വോയിസ് ഇല്ലാതാവുന്നു. അതായത് ഒറിജിനൽ ഗ്യാങ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് മെമ്പേഴ്സിന് വോയിസ് ഇല്ലാതാവുന്നതും പിന്നെ ഈ ഒരു ക്ലബ്ബിന് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ടോം ഹാഡിയും ഓസ്റ്റിൻ ബട്ട്ലറുമാണ് മെയിൻ റോളുകൾ ചെയ്തിട്ടുള്ളത്. ടോം ഹാഡിയാണ് ജോണി എന്ന് പറയുന്ന ലീഡർ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഓസ്റ്റിൻ ബട്ട്ലറാണ് ആ ഒരു ബെന്നി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആ 2 ക്യാരക്ടേഴ്സ് ഭയങ്കര കിടിലൻ ക്യാരക്ടേഴ്സാണ്. പ്രത്യേകിച്ച് ഈ ബെന്നി എന്ന് പറയുന്ന ക്യാരക്ടർ ചുമ്മാ പോയി അവിടുന്ന് ഇവിടുന്ന് അടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പോയി ഭയങ്കര ഹൈപ്പറായിട്ടുള്ള ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു യങ്ങർ ബോയ്. പക്ഷേ ഇതിനെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ജോണി. ഈ കാത്തി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു നോർമൽ പെൺകുട്ടി ഈ ഒരു ഗ്യാങ്ങിൽ വന്നിട്ട് ബെന്നിയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ആ ഒരു ഗ്യാങ്ങിനകത്താവുന്നു. ഭയങ്കര രസകരമായിട്ടാണ്. ഈ ഡാനി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഗ്യാങ്ങിൽ വന്നിട്ട് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും അങ്ങനെ തുടങ്ങുന്ന ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വലിയ ടൈം ഗ്യാപ്പിന് ശേഷം 1973 ഇവിടെ വന്നിട്ട് വീണ്ടും സ്റ്റോറികൾ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ ഗ്യാങ് ഭയങ്കരമായിട്ട് വലുതാവുന്നു. ഇതിനകത്ത് കുറേ ആളുകൾ മരിച്ചു പോകുന്നു. ജോണിക്ക് എന്ത് സംഭവിക്കുന്നു, ബെന്നിക്ക് എന്ത് സംഭവിക്കുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. കാരണം ഫുള്ള് ബൈക്കുകളുടെ സൗണ്ട് അത് ഭയങ്കര രസമാണ് കേട്ടോ. ഒരു 60s അല്ലെങ്കിൽ 1960s 70s ബൈക്കുകളൊക്കെ ഭയങ്കര സൈലൻസറൊക്കെ വെച്ച് ഭയങ്കര മുഴക്കമുള്ള സൗണ്ടൊക്കെ കേൾപ്പിച്ച് വരുന്ന കുറേ ബൈക്കുകൾ, അതേപോലെ കുറേ അധികം ബൈക്കുകൾ വരുമ്പോഴുള്ള സൗണ്ട്, പിന്നെ ഇവരെന്തൊക്കെയാണ് ഈ ഒരു ഗ്യാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇവർക്കൊരു ക്ലബ്ബുണ്ട്, ആ ക്ലബ്ബിൽ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, അങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്നു. ഈ ക്ലബ്ബിലേക്ക് കുറേ പുതിയ പിള്ളേർ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അതുവരെ ഒരു നോർമൽ ഗ്യാങ് ആയിട്ട് പോകുന്നു. ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സ് എല്ലാം കൂടെ എൻജോയ് ചെയ്തിരിക്കാനുള്ള സ്ഥലമാകുന്നു. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് കുറേ വലുതാവുന്നു, ഈ ഒരു ഗ്യാങ് വലുതാവുന്നു, കുറേ ആളുകൾ വരുന്നു. അപ്പോൾ ഇവർക്ക് ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുന്നു. പുതിയ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് ഡ്രഗ് യൂസേഴ്സൊക്കെ വരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ അവസാനമാകുമ്പം നമ്മൾ ഈ കേൾക്കുന്ന സ്റ്റോറികളിലെ പോലെ ഒരു വലിയ ഗ്യാങ് ആയിട്ട് ഈ ഒരു ഗ്യാങ് മാറുന്നുണ്ട്. വാൻഡൽസ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് മാറുന്നു. പക്ഷേ ഇത് ഒറിജിനൽ മെമ്പേഴ്സ് ഒന്നും ഇതിനകത്തില്ല ആ ഒരു ടൈമിൽ. അവസാനം ഈ ബെന്നി എന്ന് പറയുന്ന ക്യാരക്ടർ ബൈക്കില്ല അല്ലെങ്കിൽ റൈഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകുന്ന അത്രയ്ക്ക് ബൈക്കുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലബ്ബുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഈ ബെന്നി എന്ന് പറയുന്ന ക്യാരക്ടർ അവസാനം ഭയങ്കരമായിട്ട് ഇവോൾവ് ആവുന്നതൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് 2.5 മണിക്കൂർ നമ്മൾ ഇരുന്ന് കണ്ടുപോകും. കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു സിനിമയെ
ഒട്ടും നമ്മളെ ബോറടിപ്പിക്കാതാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ദ ബൈക്ക് റൈഡേഴ്സ് എന്ന് പറയുന്നത്.